ഗുലാബ് ജാമുൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു 2.5 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമൂടെ ചേർത്ത് കൊടുത്ത് ഇത് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. ഇതിലേക്ക് ഒരു 5 ഏലക്ക ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 2.5 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി എടുക്കുമ്പോൾ നല്ല പാൽപ്പൊടി തന്നെ എടുക്കണം. അതിലേക്ക് ഇനി മൈദ ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി എടുക്കുമ്പോൾ നമ്മൾ പുട്ടിൻ്റെ മാവൊക്കെ നനഞ്ഞ പോലെ ഒന്ന് ചെറുതായിട്ട് നനഞ്ഞ് കിട്ടും. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. 10 മുതൽ 12 ടേബിൾ സ്പൂൺ വരെയൊക്കെ പാല് വേണ്ടി വരും. നമ്മളെടുക്കുന്ന പാൽപ്പൊടി അനുസരിച്ചിട്ടും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ബോളാക്കി എടുക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കയ്യിൽ നന്നായിട്ടൊന്ന് നെയ്യ് തടവിയിട്ട് ഇനി ബോൾസ് ആക്കിയെടുക്കാം. ഒരുപാട് ഇത് ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ ബോൾസ് ആക്കി എടുക്കുമ്പോൾ ക്രാക്സ് വീഴും. അപ്പോൾ ക്രാക്സ് ഇല്ലാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിമിൽ ഓയിലേക്ക് ആക്കി വെക്കണം. ഒരുപാട് അങ്ങ് തിളച്ച് മറിഞ്ഞിട്ട് അതിലേക്ക് ഈ ബോൾസ് ഇട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ കളറൊക്കെ മാറി വരും. ഇതിൻ്റെ ഉള്ളൊന്നും നന്നായിട്ട് കുക്കാകാതെ ഇരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഈ ബോൾസൊക്കെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇടവിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഒരേപോലെ തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇപ്പോൾ ഒരു ചെറിയ ചൂടിലാണുള്ളത്. ആ ചൂടോടെ തന്നെ വേണം ഈ ഫ്രൈ ആക്കിയിട്ടുള്ള ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ബാക്കിയുള്ള ബോൾസ് എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തേക്കും ഷുഗർ സിറപ്പ് ഒന്നാവാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ക്ലീൻ റാപ്പ് കൊണ്ട് കവർ ചെയ്ത് 2 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഈ ബോൾസിലെല്ലാം നല്ലപോലെ ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഈ ഒരു ഗുലാബ് ജാമുൻ റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് ഇതേപോലെ നല്ലപോലെ ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്